ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ സ്റ്റഫ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പേപ്പർ ക്ലിപ്പിനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ഇല്ലേ, അതെടുത്തിട്ട് 2 കോമ്പൗണ്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റാറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ സ്റ്റാർ ഒന്നല്ല കേട്ടോ ആക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ വേറെ ഡിസൈനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും എനിക്ക് ക്ലേ വെച്ചിട്ട് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫൈനലി സ്റ്റാറിലേക്ക് സ്റ്റാർ ആക്കേണ്ടി വന്നു. അങ്ങനെ സ്റ്റാർ ആക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഈ പേപ്പർ ക്ലിപ്പ് ഫെവിക്കോൾ ആക്കിയിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തു. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അതിനെ പെയിൻറ്റ് അടിച്ചിട്ട് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തു. അപ്പോൾ ഞാനിവിടെ വേറൊരു പേപ്പർ ക്ലിപ്പിൽ മഷ്റൂമിൻ്റെ ഷേപ്പ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം വാർണിഷ് കൂട്ടി ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ. ഞാനിവിടെ വാർണിഷൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ട് സിമ്പിൾ പേപ്പർ ക്ലിപ്പ് റെഡിയായി. ഇനി സെക്കൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു DIY റൂളറാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കാർഡ് സ്റ്റോക്ക് പേപ്പർ എടുത്തിട്ട് സ്കെയിലിൽ നമ്മളെ സാധാ സ്കെയിലിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ അതിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു കാറ്റിൻ്റെ തല വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചിട്ട് ഈ റൂളറിനെ കംപ്ലീറ്റ് കവർ ചെയ്യാം. ഇതെടുക്കുന്ന ടൈമിൽ എൻ്റെ ക്യാമറ ഒന്ന് ഷെയ്ക്കായി പോയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ DIY റൂളർ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള DIY റൂളർ ഉണ്ടാക്കാൻ. നമുക്ക് വർക്കിംഗ് ആണെന്ന് നോക്കാം. വർക്കിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ DIY നോട്ട്ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പഴയ നമ്മളെ തീർന്ന നോട്ട്ബുക്ക് ഉണ്ടായില്ലേ, തീർന്ന നോട്ട്ബുക്കല്ല, പഴയ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഈ പേജസ് ഒക്കെ ബാക്കി വരുന്ന നോട്ട്ബുക്ക്, അതിൽ പേജസ് പറിച്ചെടുത്തിട്ട് അതിൽ ഒരു മുടിയുടെ അടപ്പിൻ്റെ പകുതി ഭാഗം വരുന്നത്, അതായത് ഒരു സെമി സർക്കിൾ വരക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ പേജസ്. ഇനി നോട്ട്ബുക്കിൻ്റെ കവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വേറൊരു സെമി സർക്കിൾ ഒരു കട്ടിയുള്ള പേപ്പറിൽ വരച്ചിട്ട് അതിനെ വാട്ടർമെലൻ്റെ ഇതിൽ കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്തതിന് ശേഷം ഇത് ആ പേജസും ഈ 2 കവർ പേജും അത് രണ്ടും കൂടി സ്റ്റാപ്പിൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള നോട്ട്ബുക്ക് റെഡിയായി. ഇത് നമുക്ക് ഇങ്ങനെ പോക്കറ്റ് നോട്ട്ബുക്കായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെറിയതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ DIY ബാക്ക് പിൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ബാഗിനൊക്കെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്ന പിന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സേഫ്റ്റി പിന്നില്ലേ സാധാ, അത് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളെ ബാക്ക് പിന്ന് റെഡിയായി. ഞാനിവിടെ ഇതുപോലത്തെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡിസൈനിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ പൗച്ചിൽ കുത്തിയിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.